പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കാമേൻ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നയിക്കണമേ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ 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 നയിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കാമേൻ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. 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 പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കാമേൻ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. 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 ഈശോയുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കാമേ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, അങ്ങേ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. 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 ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ,
അങ്ങേ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കാമേൻ. Praise the Lord. Praise the Lord. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, Praise the Lord. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് വചനം പങ്കുവയ്ക്കാനായി നമുക്ക് യൂറോപ്പ് മേഖലയുടെ ശാലോം മിനിസ്ട്രിയുടെ യൂറോപ്പ് മേഖലയെ പ്രവർത്തിക്കുന്ന കോർഡിനേറ്ററായ ഷിബു ബ്രദറാണ് നമുക്ക് ഇന്ന് വചനം പങ്കുവയ്ക്കുവാനും ആരാധനയൊക്കെ നടത്തുവാനായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ആ ബ്രദറിന് വേണ്ടി നമുക്കൊരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ആ ബ്രദറിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന വചനത്തിന്റെ ശക്തി നമ്മളിൽ ഒരു ആത്മീയ ഉണർവുണ്ടാക്കുവാൻ ഇടയാക്കുവാനായിട്ട് ആ ബ്രദറിനെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. ആഗ്രഹിക്കുന്ന അഭിഷേകം ഉണ്ടാകുവാൻ യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന മാതം 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 മാതം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആത്മനിഷ്ഠ കൂട്ടായ്മ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന മൃതനെ കർത്താവേ, അതിന് തുറക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള അവിടുത്തെ വചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ടുള്ള വലിയ കൃപയാല മൃതനെ നിയമിക്കണമേ. ഈശോയേ ഈശോയേ യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ഈശോയെ പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ബ്രദർ ബ്രദറെ നമുക്ക് പ്രത്യേകം ആത്മരക്ഷ കൂട്ടായ്മയുടെ പേരുള്ള ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് പ്രത്യേകം ബ്രദറിനെ ക്ഷണിക്കുന്നു. നമുക്ക് ബ്രദറിലൂടെ നമുക്ക് ഇന്നത്തെ വചനം നമുക്ക് ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്.
Praise the Praise the Lord. Lord. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുറച്ച് കുട്ടികളെല്ലാം വീട്ടിലുള്ളതുകൊണ്ട് പുറത്തുനിന്ന് ഇച്ചിരി ഒച്ചപ്പാട് കേട്ടാലും ക്ഷമിക്കണം കേട്ടോ. കുട്ടികളാണ് കുറെ പേര്. കുഴപ്പമില്ല. നിങ്ങളാണല്ലോ നമ്മുടെ സന്തോഷം. തീർച്ചയായിട്ടും. അപ്പൊ അവര് പുറത്ത് ഇച്ചിരി ഒച്ച ഉണ്ടാകുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ടായി മാറരുത്. കുഴപ്പമില്ല. എന്നെ പരിചയമുള്ളവരോ ഇത് ഈ ഗ്രൂപ്പിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷിബു, വീട്ടുപേര് കൊച്ചുപറമ്പിൽ. ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് കോടഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ നാട്. വർഷങ്ങളായിട്ട് ജീസസ് യൂത്ത്, പ്രോ ലൈഫ്, ക്രിസ്റ്റീന്, ധ്യാന കേരളത്തിൽ ഒത്തിരി ധ്യാന ചെയ്തു വ്യക്തി. ഇപ്പൊ ഞാൻ അയർലൻഡ് 4 മുട്ടും. ഇതാണ് എൻ്റെ പൊതുവായിട്ടുള്ള കേന്ദ്രം. നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഒരു ചോദ്യം, എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഇവിടെ നിന്ന് പറയാം. എപ്പോഴാണ് ഇപ്പം ഇവിടെ നമുക്ക് 4:15 നമുക്ക് ഇവിടുത്തെ ഇന്ത്യൻ സമയം 10 മണിക്ക് തീർത്താൽ മതി. ഇപ്പം 3/4 മണിക്കൂർ കൊണ്ട് തീർക്കണം അല്ലേ? 8:45 ഇവിടെ. അപ്പൊ 10-ന് തീർക്കണം. 1.25 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂറുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ 1.25 മണിക്കൂർ. ഓക്കെ. അപ്പൊ ഒരു 1 മണിക്കൂർ കൊണ്ട് തീർക്കത്തക്ക രീതിയിലും ബാക്കി കാര്യങ്ങൾ 15 മിനിറ്റ് സംസാരിക്കാനുള്ള രീതിയിലും നമുക്ക് തീർക്കാം. ഓക്കെ, ആയിക്കോട്ടെ. ആരാധന നമുക്ക് ലാസ്റ്റ് അല്ലേ? ലാസ്റ്റ്. ഓക്കെ. അപ്പൊ ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് കൃപയാല് നിത്യതയെക്കുറിച്ച് അല്ലെ സ്വർഗത്തെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ബൈബിൾ ഉള്ളവര് ഒന്ന് ബൈബിൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് റെഡിയാവും. യാക്കോബ് ശ്രീയുടെ ലേഖനം 5-ാം അധ്യായത്തില് 19 തുടങ്ങിയുള്ള തിരുവചന ഭാഗങ്ങളിൽ ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അതായത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ വചനം ഓർക്കാൻ ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ യാക്കോബ് ശ്രീയുടെ ലേഖനം 5 അധ്യായങ്ങളേ ഉള്ളൂ. 5 അധ്യായങ്ങൾ. ഈ 5 അധ്യായങ്ങളുടെ 5-ാമത്തെ അധ്യായം നമ്മളിപ്പം ഇനി ഈ ചിലർക്ക് എന്നാന്നറിയാം, എല്ലാവർക്കും വചനം ഓർത്തിരിക്കാൻ പറ്റില്ല. കാരണം ചിലർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. 5-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, യാക്കോബ് ശ്രീയുടെ ലേഖനം 5 അധ്യായങ്ങളേ ഉള്ളൂ. അതിന്റെ അവസാനത്തെ വാക്യം പറയുന്നതാണ്: ഒരാത്മാവിനെ നിങ്ങൾ നേടിയാൽ 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നിങ്ങളുടെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും നിങ്ങൾ നിങ്ങളുടെ ജീവനെ രക്ഷിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണിത്. നമ്മുടെയൊക്കെ വിളി എന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ രക്ഷയാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മിഷനറി ആയിരിക്കുന്നത്. നമ്മളൊരു മിഷനറി ആണെന്നുള്ള ആദ്യം തിരിച്ചറിയുക. അപ്പൊ ആത്മാക്കളെ ഒരാത്മാവിനെ ഞാൻ നേടുമ്പോൾ എൻ്റെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, ഞാൻ എൻ്റെ ജീവനെ രക്ഷിക്കുന്നു. എങ്ങോട്ട് നമ്മൾ പോകുന്നു? നമ്മൾ നിത്യത, സ്വർഗം നമ്മൾ അവകാശപ്പെടുന്നു. ഒരു മനുഷ്യൻ ഈ നിത്യതയിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ, നമ്മുടെ തമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ അങ്ങോട്ട് പോകുന്നത് നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാനായിട്ടാണ്. വാസസ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. നമ്മുടെയൊക്കെ പ്രത്യാശ അതാണല്ലോ. അപ്പൊ വാസസ്ഥലം ഒരുക്കുക ചിലപ്പോൾ നമുക്ക് പറയും, ഇപ്പം പെയിന്റ് അടി നടക്കുമായിരിക്കും, അവിടെ പണി റെഡിയാവുന്നുള്ളൂ, അവിടെ പൂർത്തിയായിട്ടില്ല. സ്വർഗത്തിന് പല തട്ടുകളുണ്ടല്ലോ. അപ്പൊ ഇങ്ങോട്ട് നമ്മൾ പോകാൻ വേണ്ടി അവിടെ വാസസ്ഥലം ഒഴുകിടാൻ വരുമ്പോൾ നമ്മളെ കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാക്കളെ നേടുക. ആത്മാക്കളെ നേടിയാൽ ഒന്ന്, നിരവധിയായിട്ടുള്ള പാപങ്ങൾ എൻ്റെ ക്ഷമിക്കപ്പെടും, എൻ്റെ ജീവനെ ഞാൻ രക്ഷിക്കും. ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എപ്പോഴും. ഇതാണ് സത്യം പറഞ്ഞാൽ ഒരു മിഷനറിയുടെ അടിസ്ഥാന വചനം എന്ന് പറയുന്നത്. അവൻ ആദ്യമായിട്ട് അവൻ്റെ മനസ്സിലേക്ക് കൊടുക്കേണ്ടത്, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്
ഒരു മിഷനറിക്ക്, നിത്യതയെ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ദൈവത്തിന്റെ വചനമാണ് ഈ യാക്കോബുസ്യരുടെ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. നമ്മൾ പലപ്പോഴും കുറെ കാര്യങ്ങൾ വചനം നമ്മൾ പറയും, നമ്മൾ ശരിക്കും പഠിക്കുന്നില്ല വചനം. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കുറെ ഗ്രൂപ്പുകളിൽ ചോദിച്ചു, ആരെയാണ് ദൈവം പന പോലെ വളർത്തുന്നത്? എല്ലാവരും മറുപടി പറഞ്ഞു, ദുഷ്ടനെ പന പോലെ വളർത്തും. പക്ഷെ അങ്ങനെ ഒരു വചനം ബൈബിളിൽ ഇല്ല. പന പോലെ ദൈവം വളർത്തുന്ന ആരെയാ? നീതിമാനെയാണ്. നീതിമാനെ പന പോലെ വളർത്തും എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന എന്താണ്? ദുഷ്ടനെ പന പോലെ വളർത്തും. സത്യത്തിൽ അങ്ങനെ ഒരു വചനം ബൈബിളിൽ ഇല്ല. ആർക്കും കാണിച്ചു തരാൻ പറ്റുകയില്ല. നോക്കിയ നന്മ മാറ്റി വെച്ചിട്ട് തിന്മയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദുഷ്ടനെ പന പോലെ, നമ്മുടെ മനസ്സിലും അത് കയറി കൂടിയിട്ടുണ്ട്. ദുഷ്ടനെ അതല്ല, നീതിമാനാണ് പന പോലെ വളരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കുക, ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, ആത്മാക്കളെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലാവേണ്ട ഒരു കാര്യം, ഞാൻ ഒരാത്മാവിനെ നേടിയാൽ എന്റെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും എന്റെ ജീവനെ രക്ഷിക്കുകയും ഞാൻ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുകയും ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരിക. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 തുടങ്ങിയുള്ള വചനങ്ങളിലേക്ക് ഒന്ന് പോവുക. എങ്ങനെ നമുക്ക് ആത്മാക്കളെ നേടാം? ഒരാത്മാവിനെ നമുക്ക് എങ്ങനെ നേടാം? ശ്രദ്ധയോടുകൂടി കേൾക്കണം നിങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ആ വചനം ഇങ്ങനെയാണ് പറയണത്: ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന്, ബൈബിൾ ഉള്ളവരെ എടുത്തു വെച്ച് എന്റെ കൂടെ ചേർന്ന് നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി അത് മനസ്സിലാവും. കേൾക്കുന്നതിനേക്കാൾ ഉപരി ആ ബൈബിൾ ഉള്ളവർ അതും കൂടെ വചനം കൂടെ എടുത്തു വെച്ച് എന്റെ കൂടെ വരിക. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. നോക്കുക, ശിഷ്യന്മാരാണേ. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് സംഭവിച്ച കാര്യം തന്നെയാണിത്. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ഒന്നാമത്തെ പോയിന്റ് അതാണ്, യേശു അവരോടൊപ്പം യാത്ര ചെയ്തു എന്നുള്ളത്. പക്ഷെ അതിന്റെ 16-ാമത്തെ വചനം പറയാണ്, എന്നാൽ അവരുടെ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. കണ്ടോ? കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അവർക്ക്. ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പുള്ള കർത്താവിനെ അവർക്കറിയാം. പക്ഷെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടത് കൊണ്ടതാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കണ്ട കർത്താവിനെ അവർക്ക് മനസ്സിലാക്കാൻ, യേശുവിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്നത്. നമ്മളും അങ്ങനെയാണ്. നമുക്കും ചിലപ്പോൾ യേശു ക്രിസ്തുവിനെ ധ്യാനമൊക്കെ കൂടി കാര്യങ്ങൾ ചെയ്ത് പക്ഷെ മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ടു പോയി. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു പോയി. അതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? ഇവരെ ഒരു മിഷനറി ആക്കുക, ഒരു സുവിശേഷകനാക്കണം. ഇവർ ജീവിതത്തിൽ ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒന്ന്, അവരുടെ കൂടെ നടന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാത്മാവിനെ നേടണമെങ്കിൽ നമ്മൾ കൂടെ നടക്കണം. ദിവസങ്ങൾ നടക്കേണ്ടി വരും, വർഷങ്ങൾ നടക്കേണ്ടി വരും. അങ്ങനെ നടന്നാൽ മാത്രമേ ഒരു ആത്മാവിനെ കിട്ടുകയുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുകയാണ്, എന്റെ തൊട്ടടുത്ത വീട്ടിൽ ഈ ആത്മാവിനെ എനിക്ക് നേടണം. ആ നേടണമെങ്കിൽ ഞാൻ വർഷങ്ങൾ നടക്കണം. ഞാൻ അങ്ങനെയായിരുന്നു. ഒരുപാട് അക്രൈസ്തവരുടെ ഇടയിലൂടെ സുവിശേഷം പ്രസംഗിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കിങ്ങനെ തോന്നുന്നു, ആ വ്യക്തിയെ നേടണം. വർഷങ്ങൾ ജപമാലയും ചൊല്ലി. ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്ന ഒരു വ്യക്തി, അമ്പലത്തിലെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു പുള്ളിക്കാരത്തി. ഒരു ഹൈന്ദവ സ്ത്രീയാണ്, അമ്പലത്തിലെ സെക്രട്ടറി, രാഷ്ട്രീയ പ്രവർത്തക. അപ്പൊ ഞങ്ങൾക്കൊരു തോന്നി, ഈ ആളെ നേടണം എന്ന് തോന്നിയപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ പല വഴികൾ നോക്കിയിട്ട് നടക്കുന്നില്ല. അവസാനം ഈ ആളെ എതിലേ പോയാലും കയ്യിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഇങ്ങനെ നടക്കും. ഉപവാസം എടുത്ത് വർഷങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഒരു ആത്മാവിനെ ഞങ്ങൾക്ക് കിട്ടി. സമയമെടുത്തു. ഒരു വലിയ അസുഖം വന്ന് ആള് അഡ്മിറ്റായി മരണം കണ്ട സമയത്താണ് ഒരു ധ്യാനം കൂടി അവിടെ വെച്ച് സൗഖ്യം കിട്ടിയത് സ്ത്രീക്ക്. അങ്ങനെയാണ് ആ സ്ത്രീയെ നമ്മൾ നേടിയെടുക്കുന്നത്. വർഷങ്ങൾ ഞങ്ങൾ 1-2 ചെറുപ്പക്കാർ പുറകെ നടന്ന് പ്രാർത്ഥിച്ച് നേടിയെടുത്തതാണ് ആത്മാവിനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആത്മാവിനെ നേടണമെങ്കിൽ
ഒരു കുടുംബത്തെ നേടണമെങ്കിൽ, ഒരു വ്യക്തിയെ നേടണമെങ്കിൽ അവരോടൊപ്പം യാത്ര ചെയ്യണം. അത് ചിലപ്പം ഒരു ദിവസം മതിയായിരിക്കാം, 2 ദിവസം മതിയായിരിക്കാം, ചിലപ്പോൾ അത് വർഷങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും. കർത്താവ് ഈശോ മിശിഹ ഒന്നാമതായിട്ട് ഇവരോടൊപ്പം യാത്ര ചെയ്തു. ഒരാത്മാവിനെ നേടണമെങ്കിൽ അവരോടൊപ്പം നമ്മൾ യാത്ര ചെയ്യാൻ തയ്യാറാണ്. രണ്ടാമത്, അവൻ അവരോട് ചോദിച്ചു, 17-ാമത്തെ വചനമാണ്. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? രണ്ടാമത്തെ കാര്യം എന്താണ്? അവൻ അവരോട് സംസാരിച്ചു. ഒരാത്മാവിനെ നമുക്ക് നേടണമെങ്കിൽ നിത്യത, ആദ്യം പറഞ്ഞ വചനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അത് വെച്ചിട്ടാണ് ഇത് കാണേണ്ടത്. അതായത് അവൻ അവരോട് സംസാരിച്ചു. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? കണ്ടോ, നമ്മൾ അങ്ങോട്ട് സംസാരിക്കാൻ തയ്യാറാവുക. സംസാരിക്കണം. നമ്മൾ ഹൃദയം തുറന്നുള്ള സംസാരമാണ് ആത്മാക്കളെ നേടുവാൻ നമ്മളെ സഹായിക്കുന്നത്. ഇപ്പൊ ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളൂടെ ഒരു ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ കയറി. കേരളത്തിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്ത് ഞങ്ങളിങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്തു. അപ്പൊ ഒരു പയ്യൻ വന്നിട്ട് ആ മേശ ക്ലീൻ ചെയ്തു. അവിടുത്തെ മേശ ക്ലീൻ ചെയ്യുന്ന അവൻ വന്നൊരു തുണി കൊണ്ട് ആ മേശ ഒരു വെള്ളമൊക്കെ ഒഴിച്ച് അത് ക്ലീൻ ചെയ്തു. അപ്പൊ ഞാൻ ചുമ്മാ അവനോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്നാടാ? വെറുതെ ചോദിച്ചാ. ഈ കൊച്ചു കണ്ണ് നിറഞ്ഞ് കരയാൻ തുടങ്ങി. വലിയ വാവിട്ട് കരച്ചിലല്ലോ, ഹോട്ടലായതുകൊണ്ട് വാവിട്ട് കരച്ചില്ല, പക്ഷെ അവൻ കരയാം, അവന്റെ കണ്ണ് കറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്കും മനസ്സിലായില്ല എന്തിനാണ് ഈ കുഞ്ഞിങ്ങനെ കരയുന്നത്. നമ്മളൊന്നും പറഞ്ഞില്ല, ഞാൻ പേരേ ചോദിച്ചുള്ളൂ. അപ്പൊ ആ കൊച്ചനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടാ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ മോനെ എന്ന് വിളിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ മോനെ എന്ന് വിളിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചങ്ങ് പോരാം, പക്ഷെ ഞാൻ ചുമ്മാ നമ്മളങ്ങനെ കാണുമ്പോൾ സംസാരിക്കുമല്ലോ, മോനെ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ കൊച്ചു പറയത്, ആ കൊച്ചു വഴിയെ സംസാരിച്ചു. അവൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു, എൻ്റെ ഫോൺ നമ്പർ അവൻ്റെ ഫോൺ നമ്പർ ഞാൻ മേടിച്ചു. ഞങ്ങൾ പിന്നെ കുറെ കാലം വെറുതെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. വെറുതെ അവന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിക്കുമായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം ആ പയ്യൻ ഞാൻ പറഞ്ഞു വിട്ടൊരു ധ്യാനം കുടിച്ചു. ഇന്നവൻ ഒരു വിശ്വാസിയായ ഒരു ക്രിസ്ത്യാനിയായി, മാമോദിസം ക്രിസ്ത്യാനിയായി. നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്, ആ സംസാരമൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാക്കളെ നേടണമെങ്കിൽ ഹൃദയം തുറന്നുള്ള സംസാരമാണ് നമുക്ക് ആത്മാക്കളെ നേടാൻ പറ്റുക. നമ്മുടെ ചുറ്റും, നമ്മുടെ കുടുംബത്തിലും ഉണ്ട്, നമ്മുടെ വീടിനകത്ത്, വീടിന് പുറത്ത് ചുറ്റുമുള്ളവരോട് സംസാരിക്കണം. നമ്മളൊരു ആത്മീയ മനുഷ്യനാണെന്ന് പറഞ്ഞ് ആരോടും സംസാരിക്കാതിരിക്കരുത്. പഴയ കാലങ്ങളിൽ അങ്ങനെ എല്ലാവരും, പഴയ മിഷണറിമാര്, അച്ഛന്മാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും അവരിങ്ങനെ പോയി സംസാരിക്കും. അതാണ് ചെയ്യുന്നത്. സംസാരിച്ച് കഴിയുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ആത്മാവിനെ നേടണമെങ്കിൽ സംസാരിക്കാൻ തയ്യാറാവും. ഇനി 3-ാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇതെല്ലാം യേശു തമ്പുരാൻ സംസാരിച്ചു. 18 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, അവരിൽ ക്ലയോഫാസ് എന്ന് പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവം ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ? ഇവരുടെ കണ്ണ് മൂടപ്പെട്ടു പോയി, ഇവർക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒന്നും അറിയാത്തവർ അവർ ചോദിക്കുക, ഇതൊന്നും നീ അറിയുന്നില്ലേ? അതായത് ഈ തിരുവചന ഭാഗത്ത് നല്ലൊരു ഭാഗം നിങ്ങൾ നോക്കിയേ. ഏറ്റവും കൂടുതൽ 25 വരെയുള്ള 24 വരെയുള്ള വചനങ്ങളില് 24 വരെയുള്ള വചനങ്ങളില് അവൻ അവരെ കേട്ടു എന്നുള്ളതാണ്. അതായത് യേശു തമ്പുരാൻ അവരെ കേൾക്കാൻ കാത്തിരുന്നു. ഒന്നും സംസാരിക്കുന്നില്ല, ഒരു വാക്ക് സംസാരിക്കാൻ പോലാതെ. 18 തുടങ്ങിയുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നു. 18 തുടങ്ങി 24 വരെയുള്ള വചനങ്ങളിൽ അവൻ അവരെ കേൾക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം എന്നാണെന്നറിയോ? എന്നെ കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ്. എന്നെ കേൾക്കാൻ. ഇതൊരു കുടുംബത്തിലാണെങ്കിലും എവിടെ നോക്കിയാലും എന്നെ കേൾക്കാൻ ആളില്ല. ഭാര്യ ഭർത്താവിനോട് പറയും, നിങ്ങൾക്ക് ഒരു അല്പസമയം എന്നെ ഒന്ന് കേട്ടുകൂടെ? ഭർത്താവ് ഭാര്യയോട് പറയും, ചിലപ്പോൾ മക്കള് മാതാപിതാക്കളോട് പറയും, അപ്പനും അമ്മയ്ക്ക് എന്നെ നിശ്ചിത സമയം കേക്ക്, എന്റെ സ്കൂളിലെ വിശേഷം ഒന്ന് കേൾക്ക്. എവിടെ സമയം? ആർക്കും സമയമില്ല, ഒന്നിനും സമയമില്ല. അപ്പൊ ഈ കേൾക്കാനുള്ള ഒരു ആഗ്രഹം, അത് ആണെന്നോ പെണ്ണെന്നോ ഇല്ല, എല്ലാവർക്കും ഉണ്ട്. നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ട്. അവിടെ ശാന്തമായിരിക്കുന്നത്. നമ്മൾ പഠിച്ചു വെച്ച കുറെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. ഒരു വചനപ്രഘോഷകൻ എന്ന നിലയിൽ
ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ എനിക്കിഷ്ടം. 1 മണിക്കൂർ ഞാൻ പ്രസംഗിക്കും, വേറെ ഞാൻ ചോദിക്കുകയല്ലോ, ഞാൻ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കും. ഈ പ്രസംഗിക്കുന്ന അങ്ങോട്ട് കേട്ട് അവരങ്ങ് പോകും. പക്ഷെ തിരിച്ചു ചോദിക്കാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് അവിടെ ഇരുന്ന് എന്നെ കേൾക്കുന്ന കുറെ പേരുണ്ടല്ലോ, അവരുടെ മനസ്സാണ് ഏറ്റവും വലുത്, ആ കേൾക്കുന്നവരുടെ മനസ്സ്. ഇതാണ് യേശു തമ്പുരാൻ ചെയ്തത്. അവൻ ഈ പറഞ്ഞത് മുഴുവൻ കേട്ടു, ശാന്തമായിട്ട് കേൾക്കുക. ഈ കേട്ടതിന് ശേഷം നടക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ഒരു ആത്മാവിനെ നേടണമെങ്കിൽ ആദ്യം നമ്മൾ കേൾക്കാൻ തയ്യാറാകണം, ശാന്തമായിട്ട് കേൾക്കാം. അത് ചിലപ്പോൾ മണിക്കൂറുകള്, ദിവസങ്ങള്, വർഷങ്ങള്. ചിലപ്പോൾ ഒരാളെ കേട്ടാൽ, ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ കേട്ടാലേ നമുക്ക് ആ സമൂഹത്തെ, വ്യക്തിയെ, കുടുംബത്തെ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അവൻ അവരെ കേട്ടു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. എന്നെ ഒരുപാട് പേര് ഫോൺ വിളിക്കാറുണ്ട്. ഫോൺ വിളിക്കുന്ന സമയത്ത് ഞാൻ ഈ ഫോണും ചെവി വെച്ച് ഇങ്ങനെ കേൾക്കും. ഒന്നും ഞാൻ പറയാറില്ല. എല്ലാം കേട്ട് കഴിയുമ്പോൾ എത്രയോ പേര് എന്നോട്, ഓ ഭയങ്കര സന്തോഷമായി, എന്റെ വിഷമം മുഴുവൻ പറഞ്ഞു കേൾക്കാൻ ഒരാളുണ്ടായല്ലോ. എന്തോരം ആൾക്കാർക്ക് ഞാൻ ഒന്നും പറയണ്ട, ഒരു വാക്കും പറയണ്ട, ഒരു വചനവും പറയണ്ട, ഒന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷെ അത് കേട്ടതിന്റെ പേരില് ആശ്വാസവും ആനന്ദവും സൗഖ്യവും അനുഭവിച്ച ഒരുപാട് പേരുണ്ട്. അപ്പൊ നമുക്ക് ഒരു മിഷണറി എന്ന നിലയിൽ നമ്മൾ ആത്മാക്കളെ നേടണമെങ്കിൽ കേൾക്കാനുള്ള മനസ്സ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ഇനി അടുത്ത പോയിന്റ്, 4-ാമത്തെ പോയിന്റ്, 25 തുടങ്ങിയുള്ള തിരുവചന ഭാഗങ്ങളില് അവൻ അവരോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഘോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? എന്നിട്ട് 27-ാമത്തെ വചനം പറയാണ്, മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞ എന്താണത്? അവൻ വചനം പങ്കുവെച്ചു കൊടുത്തു. ഈ വിഷമമെല്ലാം കേട്ട സമയത്ത് അവൻ പറയാ, നിനക്ക് ഞാൻ വീട് വെച്ച് തന്നേക്കാം, നിനക്ക് ഞാൻ 10,000 രൂപ തന്നേക്കാം, അല്ലെ $1,000 തന്നേക്കാം, അല്ലെങ്കിൽ 1,000 യൂറോ തന്നേക്കാം എന്നല്ല പറഞ്ഞത്. അവൻ പറഞ്ഞെന്നാ, നിനക്ക് വചനം, അവർക്ക് വേണ്ടത് വചനമായിരുന്നു. മോശ തുടങ്ങി, കൃത്യമായിട്ട് പറയുന്നുണ്ട് 27-ാമത്തെ വചനം, മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്തെല്ലാം പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇപ്പൊ നമുക്ക് ഓർമ്മ വേണ്ടത്, നമുക്ക് പലരുടെയും കാര്യങ്ങൾ ചിലപ്പോൾ വിഷമം തോന്നും, സങ്കടം തോന്നും. ചിലർക്ക് വീടില്ല, വിഷമം തോന്നും. ചിലർക്ക് രോഗിയാണ്, നമുക്ക് വിഷമം തോന്നും. പക്ഷേ അവിടെയൊന്നും പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ വീട് വെച്ചു കൊടുക്കുകയോ അത് ചെയ്യണം. അത് കാരുണ്യത്തിന്റെ ഒരു പ്രവൃത്തി, അതല്ല ഞാൻ പറയണത്. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ വചനം കൊടുത്തു. സൗഖ്യം നൽകുന്നത് വചനമാണ്, ജീവൻ നൽകുന്നത് വചനമാണ്, ഭക്ഷണമാണ് ഈ വചനം. ഇതാണ് മനുഷ്യൻ ഇന്ന് ആത്മാക്കളെ നേടേണ്ട ഓരോ മിഷനറിയും കൊടുക്കേണ്ടത് വചനമാണ്, വേറെ ഒന്നുമല്ല. വീടോ കാര്യങ്ങളോ ഒന്നുമല്ല, അതൊക്കെ ഒരു സൈഡ്, അത് വേറെ കാര്യം. ഇവിടെ നമ്മൾ കൊടുക്കും വചനം. അപ്പൊ ഒരു ആത്മാക്കളെ നേടണമെങ്കിൽ വചനം കൊടുക്കുക. വചനമാണ് മാനസാന്തരവും സൗഖ്യവും സമാധാനവും സന്തോഷവും എല്ലാം കൊടുക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് അവൻ പഴയ നിയമക്ക് പറയാൻ പാടില്ല, പഴയ നിയമം പുതിയ നിയമം എല്ലാം വചനമാണ്. അപ്പൊ വചനം എടുത്തുകൊണ്ട് പറയണത് അതാണ്, വചനം കൊടുത്തു. ഒരു ആത്മാവിനെ നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വചനം കൊടുക്കണം. വചനം, ഇത് എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. ദൈവത്തിന്റെ വചനം. ഇപ്പൊ 1000 വചനങ്ങളൊന്നും കാണാതെ പഠിക്കാൻ എല്ലാവർക്കും പറ്റും, ചിലർക്ക് പറ്റും, എല്ലാവർക്കും പറ്റണമെന്ന് പറ്റില്ല, സാധിക്കണമെന്നുമില്ല. എന്നാലും ഈ ബൈബിൾ തുറന്നിട്ട് കിട്ടുന്ന വചനങ്ങൾ ഈ ജനത്തിന് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ആത്മാക്കളെ നേടാൻ പറ്റുള്ളൂ. അപ്പൊ കർത്താവ് ഈശോ മിശിഹാ എന്ത് ചെയ്തു? പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ എഴുതപ്പെട്ട, പങ്കുവെക്കപ്പെട്ട ദൈവത്തിന്റെ വചനം എടുത്ത് പങ്കുവെക്കുക. ബൈബിളിലെ എല്ലാ വചനങ്ങളും വചനമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. എല്ലാം വചനമല്ല. ബൈബിളിൽ എഴുതപ്പെട്ടത് എല്ലാം വചനമല്ല. ഇപ്പൊ പീലാത്തോസ് അവരോട് പറഞ്ഞു, അത് വചനമല്ല, അത് പീലാത്തോസ് പറഞ്ഞാണ്. ദൈവം അരുൾ ചെയ്തതാണ് വചനങ്ങൾ, യേശുക്രിസ്തു സംസാരിച്ചതാണ് വചനങ്ങൾ. അത് നമ്മൾ ഓർക്കണം. അപ്പോഴും ഇത് മനസ്സിലുണ്ടാകണം, തെറ്റിദ്ധരിക്കരുത്, ഓർക്കണം. അതാണ് വചനം എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം അപ്പൊ വചനം കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? അതുകൊണ്ടാണ് പിന്നെ പറയുന്നുണ്ടല്ലോ,
അവൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ? കണ്ട, വചനം പറഞ്ഞപ്പോ അവരുടെ ഹൃദയം ജ്വലിച്ചു. അത് ലാസ്റ്റാ പറയണത് ഇതിന് ശേഷം. അപ്പൊ 28ാമത്തെ വചനത്തിലേക്ക് നോക്കിയേ. ഇവനിത് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. ഹൃദയത്തിൽ എന്തൊക്കെയോ ഒരു സന്തോഷം, ആ വ്യക്തിയോട് സ്നേഹം തോന്നി, ആളോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് എന്ത് ചെയ്തു? അവരവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തിന്? അവൻ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചു കൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് താമസിക്കാൻ കയറി. കണ്ട, അപ്പൊ അവർക്കവനെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു വ്യക്തി, നല്ലൊരു മനുഷ്യൻ, അവനെ കൂടെ താമസിപ്പിക്കാം. അപ്പൊ എന്ത് ചെയ്തു? കൂടെ താമസിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. അതാണ്. അപ്പൊ അവനൊരു മടിയും പറഞ്ഞില്ല. ഞാനാണ് പറഞ്ഞത്, ഞാൻ വരാം. കാരണം എന്താ കാര്യം? അവരെ കുറച്ചുകൂടി ആഴത്തിൽ ബോധ്യപ്പെടുത്തി ശരിക്കുള്ള ഒരു മിഷനറി ആക്കണം. ആത്മാക്കളെ നേടാൻ പറ്റുന്ന രീതിയിൽ തക്കത്ത് ഇവരെ ഉയർത്തണം. അത് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് കർത്താവ് യേശു മിശിഹാ അവരുടെ കൂടെ താമസിക്കുകയാണ്. കണ്ട, അടുത്ത പോയിന്റാണ്, അവൻ അവരോട് കൂടെ താമസിച്ചു എന്നുള്ളത്. കൂടെ ചേർന്നു, കൂടെ ചേരുകയാണ്. അങ്ങനെ താമസിച്ചു കഴിഞ്ഞിട്ടോ, ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാല് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കും, നല്ലൊരു അത്യാവശ്യം നമ്മുടെ ഉള്ള സൗകര്യത്തിൽ കിടക്കാനുള്ള സൗകര്യം കൊടുക്കും, എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അവൻ വന്നപ്പോൾ അതുപോലെ തന്നെ അവര് എന്ത് ചെയ്തു? ഭക്ഷണം എല്ലാം റെഡിയാക്കി, താമസ സൗകര്യം എല്ലാം റെഡിയാക്കി. അങ്ങനെ അവരെന്ത് ചെയ്തു? 30ാമത്തെ വചനത്തിൽ കാണുകയാണ്, അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. അവൻ ഭക്ഷണം കഴിക്കാതിരിക്കുക, എനിക്ക് വേണ്ട, ഒന്നുമല്ല പറയണത്. നമ്മള് ഒരു ആദിവാസി കുടുംബത്തിലോ അല്ലെങ്കിൽ തീരെ വൃത്തിയില്ലാത്തൊരു വീട്ടിലോ, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാണെങ്കിലോ ഏത് കുടുംബങ്ങളിലാണെങ്കിലും ഒരു വൃത്തിയില്ലാത്ത ഒരു ഭവനത്തിലേക്ക് നമ്മൾ കയറി ചെന്നാൽ നമ്മളോട് ആരെങ്കിലും പറയാം ചായ കുടിക്കുക അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നു പറഞ്ഞാൽ നമ്മൾ കുടിക്കുവോ? നമ്മൾ വിശന്നിരിക്കുകയാണെന്ന് പറയും. ആ വൃത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറയും? നമുക്ക് വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞിരിക്കുക, വേണ്ട. നമ്മൾ ബൈബിളിന്റെ ലഘുലേഖയും മാസികയും വചനവും ഒക്കെ കൊടുക്കും. പക്ഷെ അവര് തരുന്ന ഒരു ഭക്ഷണം കഴിക്കാൻ നമുക്ക് മടിയായിരിക്കും. കാരണം നമ്മുടെ മനസ്സിൽ ഈ അറപ്പാ കിടക്കുന്നത്. കർത്താവ് യേശു മിശിഹാ ഈ ഭവനത്തിന്റെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അതാ കൂട്ടായ്മ എന്ന് പറയണത്. ഉള്ളതിൽ പങ്കുചേരുക. എന്താണേലും അവൻ ഭക്ഷണം കഴിക്കാനായിട്ട് റെഡിയാവുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് ഈ ഫുൾ ടൈമേഴ്സിനെയൊക്കെ, GCUത്തിന്റെ ഫുൾ ടൈമേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലേ കോഴിക്കോട് ഇങ്ങനെ ഫുൾ ടൈമേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ട് അവരെയും കൊണ്ട് കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ ആരുമില്ലാത്ത ആദിവാസി സഹോദരങ്ങളുടെ ഇടയിലൊക്കെ നമ്മൾ ഫസ്റ്റ് ട്രെയിനിങ്ങിന് കൊണ്ടുപോയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് അവലും പഴവും ഡ്രസ്സും ഒക്കെ ഇവർക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോകും. ഇവർ ഭയങ്കര തീഷ്ണതയിലാണ്. 40 ദിവസം ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഈ പിള്ളേർ പോണത്. ഔട്ട്റീച്ച് ഫുൾ ടൈമേഴ്സ് എന്ന് പറയും. എല്ലാവരും നല്ല തീഷ്ണതയിലാണ്. ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ മാറി നിൽക്കരുത്, അവരുടെ കൂടെ ചേർന്ന് നിൽക്കണം, എന്നാലേ നമുക്ക് ആത്മാക്കളെ നേടാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ മലയുടെ മുകളിൽ ഈ ആദിവാസി വീട്ടിൽ കൊണ്ടുപോയ സമയത്ത് ഫസ്റ്റ് വീട്ടിൽ ചെന്നു. അപ്പോൾ ഒരു പ്രായമായ മൂപ്പൻ, പുള്ളി ആദിവാസി സഹോദരനായതുകൊണ്ട് വീട്ടിലിങ്ങനെ രോഗിയായിട്ട് കിടക്കുകയാണ്. കൈയും കാലും മുഴുവൻ വ്രണങ്ങളും പൊട്ടി ഒലിച്ചിരിക്കുക. അപ്പൊ ആദ്യത്തെ സമയം തന്നെ ഇവരെ അവിടെ വീട്ടിൽ കയറ്റി. എല്ലാവരും കയറി, ഞാനും മുന്നിൽ ഇരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ച് പ്രാർത്ഥിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കി ഞാൻ പുറത്തോട്ട് നോക്കുമ്പോൾ ഈ 20 പേരെ അവിടെ കാണാനില്ല. കാരണം ഇവർക്ക് ഈ മണം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരെല്ലാം പുറത്തിയാടി. ഞാനത് അറിഞ്ഞില്ല, പുറത്തിയാടി ഇവരെല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ, എനിക്കായ വിഷമമായി, ഇത്രയും ട്രെയിനിങ് ചെയ്ത് കൊണ്ടുവന്നാണല്ലോ. പിന്നെ അവരെയും പറഞ്ഞിട്ട് അത്രയും സ്മെല്ലുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പുറത്തിയാടി. ഇത് കഴിഞ്ഞ് നിങ്ങൾ വീട് കയറാൻ പറഞ്ഞു. വീടെല്ലാം കയറി. ആ വീട് കയറിയതിന് ശേഷം ഞാൻ പറഞ്ഞു, നമ്മള് ഇനി ഗ്രൗണ്ടിലേക്ക് വരുവാണ്. ഒരു ചെറിയ ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലമുണ്ട് അവിടെ എല്ലാവരും കൂടി. ഞങ്ങൾ സാധാരണ പണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഇവർക്ക് ഈ ഭക്ഷണം കൊടുക്കും. ഇപ്പൊ ഈ അവല് കൊടുത്ത സമയത്ത് ഇവരൊരു ചെമ്പ് പോലെയുള്ള പാത്രമുണ്ട്, എടുത്തുകൊണ്ട് വന്നിട്ട് അവലും പഴവും എല്ലാം കൂടെ ഇട്ട്, പഞ്ചസാരയൊക്കെ ഇട്ട്, ബെല്ലം അതെല്ലാം കൂടെ ഇട്ട്, ശർക്കരയൊക്കെ ഇട്ട്, അവിടുത്തെ ആദിവാസി സ്ത്രീകൾ തന്നെ അത് കൈയിട്ട് കുഴച്ച് റെഡിയാക്കും. നമുക്കറിയാലോ, അവർക്ക് വലിയ വൃത്തിയൊന്നുമില്ല, കയ്യിലൊക്കെ ചെളിയായിരിക്കും, അത് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഞങ്ങൾ ആദ്യം കഴിക്കുന്നു. അവരത് റെഡിയാക്കി. ഞാൻ എന്ത് ചെയ്തു? ഈ 21 പിള്ളേർക്ക് ഇത് വാരിക്കൊടുത്തു. എല്ലാവർക്കും വാരിക്കൊടുത്ത് ഞാനും
ഇത് വാരി ഒരു പിടി വാരി ഞാനും കഴിച്ചു. എന്നിട്ട് ഡ്രസ്സെല്ലാം വിതരണം ചെയ്ത് ഞങ്ങൾ പോന്നു. ഇവർ കഴിച്ചോ ഇല്ലയെന്ന് ഞാൻ നോക്കിയില്ല. അത് കഴിഞ്ഞൊരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു. എങ്ങനെയാണ് ഞാനിങ്ങനെ ഇത് കഴിക്കാൻ പഠിച്ചത്, ഒരു ആത്മാക്കളെ നേടണം ഇങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൽ വായിച്ച കഥയൊക്കെ പറഞ്ഞു. ഞാൻ ആ കഥയൊന്നും പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതെല്ലാം പറഞ്ഞ് ഇവരെ ഒന്ന് ഒരുക്കി റെഡിയാക്കി കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവരെല്ലാവരും ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണുന്നത് നമ്മുടെ ആൺകുട്ടികളെല്ലാം അവരെല്ലാം പാൻറിന്റെ കീശയ്ക്കകത്ത് നിന്ന് കൈയിട്ട് വരുന്നു. ഈ കൊടുത്ത അവൽ ഇവർ കഴിച്ചില്ല, ഇവർ പാൻറിന്റെ കീശയ്ക്കകത്ത് കിട്ടും. പെമ്പിള്ളേരെല്ലാം ടൗലിൽ മടക്കി വെച്ചേക്കുന്നു. അവരെന്നിട്ട് കരഞ്ഞോണ്ട് പറഞ്ഞു ഞങ്ങൾ കഴിക്കുക എന്നും പറഞ്ഞ് അവിടെ വെച്ച് അതെല്ലാവരും കൂടി എടുത്തു കഴിച്ചു. അതിനുശേഷം ഞാൻ ഓർക്കിയതേ, ഒരു വർഷക്കാലം ആ പിള്ളേര് ഓടി നടന്ന് എന്ത് കിട്ടിയാലും കഴിക്കും. പിന്നെ പ്രോഗ്രാം നടന്ന സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. വലിയ നമ്മുടെ യൂത്തിന്റെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് പിള്ളേരെ ഫുഡ് കഴിക്കാതെ വേസ്റ്റിലേക്ക് കൊണ്ടുപോയിടുന്ന സമയത്ത് ഇവർ ഈ വേസ്റ്റ് ബോക്സിന്റെ അടുത്ത് നിൽക്കും. വേസ്റ്റ് ബോക്സിന്റെ അടുത്ത് നിന്നിട്ട് ഈ പിള്ളേർ വേസ്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ ഇതെന്തി കഴിക്കാത്ത, വേണ്ട ഞങ്ങൾ കഴിച്ചോളാം. ഇവരാ പാത്രം മേടിച്ചിട്ട് ഇവരാ വേസ്റ്റ് കഴിക്കും. അത് വലിയൊരു സാക്ഷ്യമായിരുന്നത്. അതിലേക്ക് അവരെ എത്തിച്ചു ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ ഒരാൾക്കും ഫുഡ് വേസ്റ്റ് കളയാൻ തോന്നുകയില്ല. എന്നിട്ട് പിള്ളേർ എന്തോരം ആൾക്കാരാണ് ഭക്ഷണം ഇല്ലാണ്ട് മരിക്കുന്നത്. അപ്പൊ നമുക്കിത് കളയാൻ പറ്റുമോ? കളയരുത്, ഞങ്ങൾ കഴിച്ചോളാം, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് വേണത് എന്നും പറഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ ആ പാത്രത്തിൽ നിന്ന് ഈ കളയാൻ കൊണ്ടുപോകുന്ന വേസ്റ്റ് വാങ്ങി കഴിച്ച് ഇടും. അടുത്ത സമയത്ത് വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്കാണ് ഇത് ചെയ്തെങ്കിൽ വൈകുന്നേരം ഈ പിള്ളേര് കഴിക്കാൻ വരുന്നവർ ഒരിക്കൽ പോലും വേസ്റ്റ് കൊണ്ട് കളയല. അതൊരു സാക്ഷ്യമായിരുന്നത്. അങ്ങനെയായിരുന്നു ആത്മാക്കളെ നേടിയത്. ഇപ്പൊ കർത്താവ് ഈശോ മിശിഹാ അവരുടെ കൂടെ ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിന് ഇരിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ അവൻ പഠിപ്പിച്ചു. വചനം പറയുകയാണ്. നമുക്ക് തിരുവചനത്തിലേക്ക് നോക്കാം. ലൂക്കായുടെ സുവിശേഷം 30-ാമത്തെ വചനം കഴിഞ്ഞ് 30-ാമത്തെ വചനം. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ചവർക്ക് കൊടുത്തു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. അപ്പം എടുത്ത് ആശീർവദിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. നോക്കിയേ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവൻ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ആശീർവദിച്ച് മുറിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഇത് മക്കളെ, ഇത് ദൈവം തന്നാണ്, നമ്മുടെ ആരുടെയും ഇതുകൊണ്ടല്ല. ഇത് ദൈവത്തിന്റെ പുണ്യം കൊണ്ട് നമുക്ക് കിട്ടിയ ഭക്ഷണം. എന്തോരം മനുഷ്യര് ഭക്ഷണമില്ലാതെ മരിക്കുന്നു. നമുക്ക് ഭക്ഷണം കഴിക്കാൻ തന്ന ആരാ? നമ്മുടെ അധ്വാനമല്ല. നമ്മൾ അധ്വാനിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഭക്ഷണം തന്ന ആരാണ്? ദൈവമാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഭക്ഷണം എടുത്ത് ആശീർവദിച്ചു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നാണ്? നമ്മളാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അന്നം തരുന്ന ദൈവത്തിന് നന്ദി പറയാൻ പഠിപ്പിക്കുക. ഞാനിത് പറയുമ്പോൾ പണ്ട് ഒരു വീഡിയോ ഞാൻ കണ്ടത് ഓർക്കുന്നു. ആഫ്രിക്കയിലാണേ. ആഫ്രിക്കയിൽ ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ പോവാണ്. അപ്പൊ സുവിശേഷം പ്രസംഗിക്കല്ല, ആഫ്രിക്കയിലെ ഒരു പാവപ്പെട്ട കുടുംബം, ഒന്നുമില്ല, ദാരിദ്ര്യമാണ്. ഒരു മലയുടെ മുകളിൽ അവർ താമസിക്കുന്നു. 4-5 മക്കളും അപ്പനും അമ്മയൊക്കെ ആയിട്ട്. കഴിക്കാനൊന്നുമില്ല. ഈ അപ്പൻ എല്ലാ ദിവസവും രാവിലെ ഒരു ഉന്തുവണ്ടി, ആ ഉന്തുവണ്ടിയായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ അപ്പൻ ഇങ്ങനെ ഈ വണ്ടിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. കുട്ടികൾ ഇവിടെ നിൽക്കും. എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? കുറേ താഴെ ചെല്ലുന്ന സമയത്ത് ഒരു വലിയ KFC ചിക്കന്റെ ഗോഡൗൺ ഉണ്ട്. KFC ചിക്കന്റെ കട. ഈ കടയിലേക്കാണ് പോണത്. എന്നിട്ട് ഈ മനുഷ്യൻ ഈ ഉന്തുവണ്ടിയായിട്ട് ഇങ്ങനെ പോയിട്ട് ഈ KFC ചിക്കന്റെ കടയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാണ് ഉന്തുവണ്ടിയായിട്ട്. കുറെ കഴിയും അത്യാവശ്യം കാശുള്ളവർ വന്നിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിന്റെ വേസ്റ്റ് കൊണ്ട് തട്ടും. ഓരോ പാത്രം നിറയുമ്പോഴും ഇദ്ദേഹത്തിന്റെ ഉന്തുവണ്ടിയിലേക്ക് ആ വേസ്റ്റ് എടുത്തിടും. ആ വേസ്റ്റ് എടുത്തിട്ട് അത് നിറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം നടന്ന് വൈകുന്നേരം ആവും പുള്ളിയുടെ വീട്ടിലെത്തുമ്പോൾ. അപ്പം കുട്ടികൾ മുകളിൽ കുളിയെല്ലാം കഴിഞ്ഞ് അമ്മ മക്കളെല്ലാം കുളിപ്പിച്ച് ഈ മലയുടെ മുകളിൽ വീടിനകത്ത് നിർത്തിണ്ടാവും. അപ്പൊ അപ്പം താഴെ നിന്ന് വരുന്ന കാണുമ്പോൾ മക്കൾ ഓടി താഴേക്ക് പോയിട്ട് ഉന്തുവണ്ടി ഉന്തി പാട്ടൊക്കെ പാടി വീടിന്റെ മുറ്റത്ത് കൊണ്ടുവരുന്ന വരുന്ന സമയത്ത് അപ്പൻ നേരെ കുളിക്കാൻ കയറും. അമ്മ ഈ പാത്രമെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ
കുട്ടികൾക്ക് വേണ്ട പാത്രമൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഈ പാത്രത്തിലേക്ക് അമ്മ എല്ലാം അതിനകത്ത് ഇറച്ചിയുള്ളത്, ഇറച്ചിയില്ലാത്തത്, അങ്ങനെ കഷ്ണങ്ങളൊക്കെ വേർതിരിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അത് വെക്കും. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് ഈ കുട്ടികളവിടെ വന്നിരിക്കും. ഒരു കൊച്ചു കുഞ്ഞ് ഇതെടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ മൂത്ത കൊച്ചു പറയും, തൊടല്, കൈകൊണ്ട് കാണിക്കും, പ്രാർത്ഥിച്ചിട്ടേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷൻ കാണിക്കുവാണത്, പറയുകയല്ലത്. നമുക്ക് കാണുമ്പോൾ അത് ഫീൽ ചെയ്യും അത്. അങ്ങനെ ആ കൊച്ചു കൈ കെട്ടിയോണ്ടിരിക്കും. അപ്പൻ കുളി കഴിഞ്ഞു, അമ്മയും വന്നു, എല്ലാവരും കൂടി എഴുന്നേറ്റ് ആ ഭക്ഷണത്തിന് മുമ്പിൽ നിൽക്കും. എന്നിട്ട് KFC ചിക്കൻ്റെ ഈ വേസ്റ്റ് കിട്ടി, വേസ്റ്റ് ആണെന്ന് ഓർക്കണം. അതിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഈ അന്നം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള അവരുടെ പ്രാർത്ഥന കാണുമ്പോൾ ആരുടെയും കണ്ണ് നിറയും, ആരുടെയും കണ്ണ് നിറയും. അവരങ്ങനെ പ്രാർത്ഥിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർക്കുക, നമുക്കൊക്കെ ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടുന്നുണ്ട്. ഈ ഭക്ഷണം മുഴുവൻ നമ്മൾ ഇന്നുകൊണ്ട് വേസ്റ്റോടെ തട്ടുക. പക്ഷെ നോക്കുക, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുറേ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പശു മൂത്രമൊഴിക്കുന്ന സമയത്ത് ആ മൂത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങൾ, പച്ച ഇല, മരത്തിന്റെ മുകളിൽ പച്ച ഇലയില്ല, അത് പറിച്ചു തിന്നുന്ന മനുഷ്യര്, മണല് വാരി തിന്നുന്ന കുഞ്ഞുങ്ങള്, എല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറയണത്. പട്ടിണി കൊണ്ട് മനുഷ്യൻ മരിച്ചു വീഴുകയാണ്. അപ്പൊ നമ്മളോ ധാരാളിത്തത്തിൽ മുങ്ങിയിട്ട് നമ്മൾ ഇതുകൊണ്ട് മുഴുവൻ വേസ്റ്റോടെ തട്ടുകയാണ്. തട്ടുന്നതിന്റെ അല്ല, ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഈ സമൃദ്ധിയിൽ ദൈവമേ നന്ദി എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഓർക്കണം, അപ്പറേ മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിക്കുന്നു, ഇപ്പുറം നമ്മുടെ തിന്ന് വേസ്റ്റ് കൊണ്ടേക്ക് വേസ്റ്റ് കൊണ്ടു. അപ്പൊ കർത്താവ് ഈശോ മിശിഹാ അവിടെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് അവരോട്, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ കൃപയല്ല, നിങ്ങളുടെ ബുദ്ധിയല്ല, ദൈവം തന്ന ദാനമാണിത്. നന്ദി പറയണം, നന്ദി പറയണം, നന്ദി പറയണം. അതാണല്ലോ 1 തെസ്സലോനിക്ക 5:14 പറയുന്നത്, ദൈവത്തെ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കരുത്, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാത്തിനും നന്ദി പ്രകാശിപ്പിക്കണം. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതമെന്ന്. അതാ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാത്തിനും നന്ദി പറയുക. നമുക്ക് പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടവരേന് ഈ നന്ദി പറയാൻ? ഇതിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. നന്ദിയുടെ ജീവിതം, ഒന്നും വേണ്ട, നന്ദിയുടെ ജീവിതം. ദൈവമേ, നിന്റെ ദാനമാണ് ഞാനും താമസിക്കുന്ന വീട്, എൻ്റെ മക്കള്, എനിക്കുള്ള സ്ഥലം, ഇനി വീടില്ലേ, അതൊക്കെ നിന്റെ ദാനമാണ്. ഇത് പറയാൻ പറ്റണം. അല്ലാണ്ട് നമ്മളിതിങ്ങനെ വെട്ടിക്കൂട്ടാനായിട്ട് നമ്മൾ ഓടുകയല്ലേ ചെയ്യേണ്ടത്. ഞാൻ അയർലൻഡിലാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിൽ ധ്യാനം കൂടി സുവിശേഷ പ്രഘോഷമേലേക്ക് വന്നതാണ്. ഇന്ന് എനിക്ക് 54 വയസ്സായി. ഇന്ന് വരെ സ്വന്തമായിട്ടൊരു വീട് എനിക്കില്ല. വീടില്ലാത്തതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും വിഷമിച്ചിട്ടുമില്ല. അതെന്റെ വിഷമമല്ല, കാരണം എൻ്റെ തമ്പുരാന് വീടില്ലായിരുന്നു. പിന്നെ എന്തിനാ പേടിക്കണത്? അതൊക്കെ സമയത്ത് ദൈവം എവിടെയെങ്കിലും ഒരുക്കിക്കോളും. അതിനേക്കാൾ ഉപരി ആത്മാക്കളുടെ രക്ഷ എന്നുള്ളത് നമ്മൾ കാണണം. ഇനി വീടുള്ളവന്റെ സ്ഥിതി എന്താ? സമാധാനം ഉണ്ടോ? അപ്പോഴാണ് വചനം നമ്മൾ ഓർക്കുന്നത്, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. വീടോ സമ്പത്തോ പൈസയോ ഒന്നുമല്ല, സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാത്തിനും നന്ദി പറയാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന്റെ ഹിതം എന്നെക്കുറിച്ചുള്ള അതാണെങ്കിൽ ഞാൻ അതല്ല ചെയ്യേണ്ടത്. മരിക്കാറായി കിടക്കുന്ന സമയത്തല്ല അത് ഞാൻ ചെയ്യേണ്ടത്. എൻ്റെ യൗവനത്തിൽ, എൻ്റെ നല്ല പ്രായത്തിൽ അത് ചെയ്യാൻ പഠിക്കണം. അപ്പൊ അത് ഈശോ പഠിപ്പിക്കുക, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം. ഇടയ്ക്കിടയ്ക്കെന്നല്ല, ഇടപെടാതെ പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയണം, എല്ലാത്തിനും നന്ദി പറയണം, എല്ലാത്തിനും നന്ദി പറയാം. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അപ്പൊ ഇവിടെ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തില് നമ്മൾ കണ്ടു, അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. 30-ാമത്തെ വചനം, അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ മുറിച്ച് അവർക്ക് കൊടുത്തു. സേവനത്തിന്റെ തലം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടാകണം. അവനെടുത്ത് കഴിക്കുകയല്ലേ ഇത്, അവൻ അവർക്ക് കൊടുത്തു. എന്നിട്ടാ കഴിച്ചത്. ഒരമ്മ, നമ്മൾ കണ്ടിട്ടില്ലേ, നല്ല അമ്മമാര് കെട്ടിയോന് കൊടുത്തു, മക്കൾക്ക് കൊടുത്തു, അപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു, എന്നിട്ടേ കഴിക്കുകയുള്ളൂ.
നല്ലൊരമ്മ. ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ ജീവിച്ച എത്രയോ അമ്മമാര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എത്ര കഞ്ഞിവെള്ളം കുടിച്ച് ജീവിച്ച അമ്മമാരില്ലേ? പ്രായമായവർക്കൊക്കെ ഇതിനകത്ത് പ്രായമുള്ളവർക്കറിയാം. കഞ്ഞിവെള്ളം കുടിച്ച് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്ത എത്രയോ അമ്മമാരുടെ കഥകൾ എനിക്കറിയാമെന്നറിയോ? അവരങ്ങനെയാ ജീവിച്ച്. അവരെ ദൈവം പരിപാലിച്ചു. നല്ല മരണം അവർക്കൊക്കെ കിട്ടി. മനസ്സ് തുറന്ന് കണ്ണു തുറന്ന് നല്ലൊരു മരണം അവർക്ക് പ്രാപിക്കാനായിട്ട് സാധിച്ചു. ഒരു സത്യമാണത്. അവർ ഉരുകി ഉരുകി തീരുകയായിരുന്നു. ഒരമ്മ, ഒരപ്പൻ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഉരുകിത്തീരുന്ന പോലെ ഒരു മിഷനറി സകലരും എൻ്റെ മക്കളാണെന്ന ചിന്തയിൽ ഉരുകിത്തീരാൻ തയ്യാറാണ്. അതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ല. എല്ലാവരും എൻ്റെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ബോധ്യത്തിൽ ഉരുകി ഉരുകി ഉരുകിത്തീരണം. അവരാണ് നിത്യരക്ഷ പ്രാപിക്കുന്നത്. അവരാണ് സ്വർഗത്തിന് അവകാശികള്. ഏറ്റവും കൂടുതൽ ഈ ഗ്രൂപ്പിലുള്ളവർ മനസ്സിലാക്കേണ്ട അതാണ്. അല്ല, ഞാൻ എനിക്ക് വേണ്ടി, എൻ്റെ മക്കളുടെ വേണ്ടി, എൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. സകലരും ദൈവത്തിന്റെ മക്കളാണ്. ഒരാൾ പോലും നശിച്ചു പോകാൻ ഇടയാകരുത്. അതുകൊണ്ട് ഞാൻ ഉരുകിത്തീരും. ഞാൻ കഞ്ഞോളം കുടിച്ച് ജീവിക്കും, അല്ലെങ്കിൽ ചോറിന്റെ പറ്റ് നിന്ന് ജീവിക്കും. ആ ഒരു ചിന്തയിലേക്ക് ഈ കൂട്ടായ്മയിലുള്ളവർ വളർന്നു. അവൻ അവർക്ക് വേണ്ടി സേവനം ചെയ്തു. ആത്മാക്കളെ നേടാൻ വേണ്ടി എങ്ങനെ ആത്മാക്കളെ നേടാമെന്ന് അവൻ ഈ ശിഷ്യന്മാരെ രൂപപ്പെടുത്തുകയായിരുന്നു. ഒരമ്മ, ഒരപ്പൻ, ഈ ഗ്രൂപ്പിലുള്ളവർ ഇങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്. നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നീ ഉരുകിത്തീരണം. നീ ഉരുകിത്തീരണം. സേവനം ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. അതായത് മറ്റുള്ളവരെന്ന് പറയുന്നത് ആരാ? എൻ്റെ മക്കളോ, എൻ്റെ ഭാര്യയോ, എൻ്റെ കൂട്ടായ്മയിലുള്ളവർ മാത്രമല്ല, സകലരും ദൈവത്തിന്റെ മക്കളാണ്. പാപം ചെയ്ത് തെറ്റ് ചെയ്ത് അറിവില്ലായ്മ കൊണ്ട് അവർ തെറ്റിലേക്ക് പോയി എന്നുള്ളത് ശരിയാണ്. അവരെ നേടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് കുഞ്ഞു കുട്ടികളോട് പറയുന്ന പോലെ പറയുന്നത് നമ്മളിപ്പോ ഒരു ഓൺലൈൻ കൂട്ടായ്മ ആയതുകൊണ്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പൊ അവൻ അങ്ങനെ ജീവിച്ചു. എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. അവിടെ 5-8 മക്കളുണ്ട്. ആണുങ്ങളെ കല്യാണം കഴിച്ചു. പെൺകുട്ടികളെ കുറിച്ച് ഞാൻ പറയണത്. മൂത്തയാള്, അവള് കല്യാണം കഴിച്ചില്ല. അവള് നേഴ്സിംഗ് പഠിച്ച് അവള് ഡൽഹിയിലെത്തി. അവിടെ ജോലി നേടി. ആ ജോലി നേടിയ പൈസ കൊണ്ട് അവളുടെ അനിയത്തിമാരെ 2 പേരെ നേഴ്സിംഗ് പഠിപ്പിച്ചു. ആ പെൺകുട്ടി എന്നിട്ട് ചെയ്തു, അവിടെ സൗദിയിൽ പോയി. സൗദി ചെന്നിട്ട് ശേഷം അവളുടെ തൊട്ടനിയത്തിയെ, 2 അനിയത്തിമാരുടെയും കല്യാണം കഴിപ്പിച്ച് അവൾ വിട്ടു. 2 അനിയത്തിമാരെ അവളാണ് കല്യാണം കഴിപ്പിച്ചിട്ട്. ആങ്ങളമാർ ഇച്ചിരി പ്രശ്നക്കാരായിരുന്നു, ഇച്ചിരി അസ്വസ്ഥരും പ്രശ്നക്കാരും ഒക്കെ ആയിരുന്നു. കുടുംബത്തിന് ഉത്തരവാദിത്തമില്ലായിരുന്നു. അപ്പനും ഇച്ചിരി മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന വിഷയമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷമാണ് ഈ പെൺകുട്ടിയുടെ കല്യാണം നടന്നത്. ഇന്ന് ആ പെൺകുട്ടി അമേരിക്ക. എന്നാലും മിടുക്കനായ ഒരു ചെറുക്കനെ കിട്ടി. അപ്പൊ നോക്കിയേ, അവൾ ആ കുടുംബത്തിന് വേണ്ടി സേവനം ചെയ്തു. സമൂഹത്തിന് വേണ്ടിയല്ല, കുടുംബത്തിന് വേണ്ടി. അവളുടെ അനിയത്തിമാരെ രക്ഷപ്പെടുത്തണം, ആ കുടുംബത്തെ രക്ഷപ്പെടുത്തണം, കുടുംബം നശിച്ചു പോകാൻ ഇടയാകരുത്, ഒരാത്മാവ് നശിച്ചു പോകരുത് എന്നുള്ള ചിന്തയില് അവൾ അവളുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ ശുശ്രൂഷ ചെയ്തപ്പോൾ ദൈവം അവളെ ഉയർത്തി. ഇന്ന് അവൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. കല്യാണം കഴിച്ച താമസമാണെങ്കിൽ പോലും ഇന്ന് ആ കുടുംബം ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര ഹാപ്പിയാണ്. നല്ലൊരു ചെറുപ്പക്കാരനെയാണ്, നല്ലൊരു പയ്യനെയാണ് അവൾക്ക് കിട്ടിയത്. അപ്പൊ ഈശോ മിശിഹാ അവിടെ കാണിച്ചു കൊടുത്തു, നിങ്ങള് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആശീർവദിച്ച് മുറിച്ചവർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ വചനം വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, സേവനത്തിന്റെ തലം കാണിച്ചു കൊടുത്തു. ആത്മാക്കളെ നേടണമെങ്കിൽ ഇതാണ് പ്രധാനപ്പെട്ട. അതിനുശേഷം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്, അതായത് 31-ാമത്തെ വചനം. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. കണ്ടോ? മൂടപ്പെട്ട കണ്ണ് തുറക്കപ്പെട്ടു. ആദ്യം നമ്മൾ കണ്ടില്ല, അവരുടെ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ കേട്ടോ. അതിനു മുമ്പുള്ള ക്രിസ്തുവിനെ അവർക്കറിയായിരുന്നു. ആ മൂടപ്പെട്ട കണ്ണ് തുറക്കപ്പെട്ടത് എങ്ങനെയാണ്? ആ തുറക്കപ്പെടലിലേക്ക് കർത്താവ് ഈശോ മിശിഹാ എന്ന് വെച്ചു, ഒരാത്മാവിനെ നിങ്ങൾ എങ്ങനെ നേടണം, ഇത് ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെ കണ്ണു തുറക്കപ്പെട്ടു.
അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ ആ സമയം കൊണ്ട് അവൻ അവിടുന്ന് അപ്രത്യക്ഷനായി. പ്രിയപ്പെട്ടവരെ, അവൻ അവിടുന്ന് മറഞ്ഞു. അവന്റെ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവൻ മാറി. പിന്നെ അവൻ അവിടെ നിന്നില്ല. നമ്മുടെ ഡ്യൂട്ടി ഇത് തന്നെയാ. ഒരാത്മാവിനെ നേടുക, എന്നിലേക്ക് ആദ്യം കൊണ്ടുവരിക, പിന്നെ കർത്താവിലേക്ക് എത്തിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പിൻവലിയുക. എന്റെ ഉത്തരവാ. അല്ലെങ്കിൽ ഞാനാണ് വീട് വെച്ച് കൊടുത്തത്, ഞാനാണ് 10,000 രൂപ കൊടുത്തു, ഞാനാണ് ആളെ ആത്മാവ് നേടിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കരുത്. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. നമ്മൾ തന്നെ മറന്നേക്കത്. അത് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത്, അവൻ വചനം പങ്കുവെച്ചപ്പോ നമ്മുടെ ഹൃദയം വഴിയിൽ വചനം പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ? 32ാമത്തെ വചനം പറയണതാണ്. എന്നിട്ട് അവർ തിരിച്ചുപോയി കൂടെയുള്ള 11 പേരെയും അവരോട് ഒപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു. കണ്ട വചനം പറയുകയാണ്. അത് അത്യാവശ്യത. പിന്നെ അവര് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാവാണ്. പിന്നെ അവർക്ക് പണമോ ഇതൊന്നുമല്ല വലുത്. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ഈ സമയത്ത് ഓൺലൈനിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. നമ്മൾ കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുക, ആത്മാക്കളുടെ രക്ഷയെ പ്രതി പ്രവർത്തിക്കുക, യത്നിക്കുക. ഒരാത്മാവിനെ നമ്മൾ നേടിയാൽ നമ്മുടെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടും, നമ്മുടെ ജീവനെ രക്ഷിക്കും. അങ്ങനെ നമ്മൾ സ്വർഗത്തിന് അവകാശികളായിത്തീരും. നിത്യരക്ഷ നമ്മുടെ അവകാശമായിത്തീരും. ഇത് ഈ കൂട്ടായ്മയിലുള്ളവർ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ നമ്മൾ 1000 വചനങ്ങൾ കാണാതെ പഠിച്ച് അത് പ്രസംഗിക്കുന്നതല്ല സുവിശേഷ പ്രഘോഷം എന്ന് പറയുന്നത്. അല്പം ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് 1000 വചനങ്ങൾ കാണാതെ പഠിക്കാൻ പറ്റും. ഒരു വചനത്തിൽ ജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം, ആത്മാക്കളുടെ രക്ഷയ്ക്ക് ദൈവവചനമാണ് വേണ്ടത്. ആ വചനം നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച് വചനത്തിൽ ജീവിച്ചുകൊണ്ട് ആത്മാക്കളെ നേടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. ഇനിയുള്ള കാലഘട്ടത്തിൽ അതാണ് നമുക്ക് വേണ്ടത്. അവനവൻ, അതായത് നമ്മുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഞാൻ നശിച്ചു പോയിട്ട് കാര്യമില്ല. വലിയ വചനങ്ങളും കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ആത്മാവിനെ ഞാൻ രക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ളവരുടെ ആത്മാക്കളും രക്ഷപ്പെടണം എന്ന ചിന്തയിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി യത്നിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഇനിയുള്ള സമയം നമുക്ക് ഒരല്പസമയം നമുക്ക് ഒന്നിച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരും പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരിക. കേട്ട വചനങ്ങളെ മനസ്സിൽ ഒന്ന് ധ്യാനിക്കുക. ദൈവത്തിന് നന്ദി പറയുക. 2-3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, 24-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ വചനങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഒരാത്മാവിനെ എങ്ങനെ നേടണമെന്ന് ആ ഭാഗത്ത് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് തന്ന ബോധ്യത്തിൽ നിന്ന് ഞാനൊന്ന് ചെറുതായിട്ട് വ്യാഖ്യാനിച്ചു വെച്ചു. ഇത്രയുള്ള ഒന്ന് കൂടെ നടക്കുക, സംസാരിക്കുക, കേൾക്കുക, വചനം പങ്കുവെക്കുക, താമസിക്കുക, ഭക്ഷണം കഴിക്കുക, പ്രാർത്ഥിക്കുക, സേവനം ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക. ഇത്രയും നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഒരാത്മാവിനെ നേടുവാൻ, ഒരു കുടുംബത്തെ നേടുവാൻ, ഒരു കൂട്ടായ്മയെ നേടുവാൻ, ഒരു മിഷനറി എന്ന നിലയിൽ ദൈവം നമ്മളെ അഭിഷേകം ചെയ്യും. ദൈവം ആ അഭിഷേകത്തിലേക്ക്, ആ ഒരു കൃപയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനുള്ള ശക്തി നമുക്ക് തരട്ടെ. പരിശുദ്ധാത്മാവാണ് ശക്തി തരുന്നത്. അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഓർക്കണം, ദൈവകൃപ നിറഞ്ഞവൾ, ആത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മ എന്നാണ്. കൃപ നിറഞ്ഞവൾ, കൃപ പരിശുദ്ധാത്മാവാണ്. അപ്പൊ നമ്മൾ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കൃപ നിറഞ്ഞ
ജോൺ, കൃപ നിറഞ്ഞ ത്രേസ്യ, കൃപ നിറഞ്ഞ ആൻസി, കൃപ നിറഞ്ഞ തോമസ്. നോക്കിയേ, നമ്മുടെ ഓരോരുത്തരുടെയും പേര് വെച്ച് കൃപ നിറഞ്ഞ എന്ന് പ്രാർത്ഥിച്ചു നോക്കി. കൃപ നിറയുമ്പോൾ ബാക്കിയെല്ലാം പൂർത്തിയായിക്കോളും. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ഒരു കൂട്ടായ്മയെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഒന്നിച്ചപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നിത്യരക്ഷയെ സ്വന്തമാക്കി നിത്യരക്ഷ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ നിത്യരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് ഈ ഒരു കൂട്ടായ്മ. എല്ലാ മനുഷ്യന്റെയും ആഗ്രഹമാണ് നിത്യരക്ഷ. ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകുവാനായിട്ട് സ്വർഗം ആഗ്രഹിക്കുന്നില്ല. എല്ലാ ആത്മാക്കളും രക്ഷപ്പെടണം, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം. ലോകം മുഴുവൻ അങ്ങനെ ആയിരിക്കണം. അതാണ് സ്വർഗത്തിന്റെ ആഗ്രഹം. ദൈവമേ, എന്നാൽ ലോകം തിന്മയുടെ വഴികളിലൂടെ പോകുന്നു. പാപത്തിന്റെ വഴികളിലൂടെ, സുഖത്തിന്റെ വഴികളിലൂടെ ഓടുമ്പോൾ വേദനിക്കുന്നത്, തകരുന്നത് സ്വർഗമാണ്. ഓ പരിശുദ്ധനായ ദൈവമേ, ഞങ്ങള് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഒരാത്മാവ് പോലും സ്വർഗം ആഗ്രഹിക്കുന്ന പോലെ നശിച്ചു പോകാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഞങ്ങളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ആ വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള തീക്ഷ്ണത, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള സകലർക്കും നൽകണമേ എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ആ അഭിഷേകം, സ്വർഗത്തിന്റെ ആ അഭിഷേകം, സ്വർഗത്തിന്റെ ആ കൃപ ഞങ്ങൾക്കിപ്പോൾ നൽകണമേ. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്നവർക്കും ഇനി വരുവാനുള്ള സകലർക്കും ഈ കൂട്ടായ്മയുള്ള എല്ലാവർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരസ്പരം കുറ്റം പറഞ്ഞും പരാതിപ്പെട്ടും മുന്നോട്ട് പോകാതെ സ്വർഗത്തിന്റെ ആഗ്രഹം എന്താണോ, സ്വർഗം എന്താ ആഗ്രഹിക്കുന്നോ അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം വെളിപ്പെടുത്തുന്നതനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഉത്കണ്ഠകളും ആകുലതകളും ഭാരങ്ങളും ഞങ്ങൾക്കുണ്ട്. അത് നീ അവിടുന്ന് എടുത്തു മാറ്റണം. 1 പത്രോസ് 5:7 അഭിഷേകം. ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്ക്. തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ആകുലതകളും ഉത്കണ്ഠകളും എന്നെ ഏൽപ്പിക്കുക. എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്, കരുതലുണ്ട് എന്ന വചനത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും നൽകണമേ. ഒരു ഉത്കണ്ഠയും ഞങ്ങൾക്കുണ്ടാകാതെ മുന്നോട്ട് പോകും. സാമ്പത്തിക മേഖല ഫിലിപ്പി 4:19 അഭിഷേകം ഞങ്ങൾക്കുണ്ടാകണേ. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിന്മ ഞങ്ങളെ കീഴ്പ്പെടുത്തരുത്. ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഒരാളെ പോലും തിന്മ കീഴ്പ്പെടുത്തരുത്. അതുകൊണ്ട് ശക്തമായ ദൈവജനത്തിന്റെ അഭിഷേകം തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കാനുണ്ടാകണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഓ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, നിത്യനായ ദൈവമേ, ഞങ്ങൾ ആ വചനം ഇപ്പോൾ ഓർക്കുകയാണ്. ഏറ്റവും വലിയ ഡെലിവറൻസ് പ്രയർ ആണ് അതെന്ന് ഞങ്ങൾക്കറിയാം. തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഏറ്റവും വലിയ ദൈവവചനം. ആ വചനം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ വചനങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവജനത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ ഉള്ള തിരുവചന ഭാഗങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഓ പരിശുദ്ധനായ ദൈവമേ, ഈ തിരുവചനത്തിന്റെ അഭിഷേകം ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഈ വചനം ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം ഈ കൂട്ടായ്മയിലുള്ള സകലരെയും എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അയോഗ്യദാസനായ എന്നെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നു.
ദൈവം ഈ ശുശ്രൂഷ ലോകത്തിന് വെളിച്ചം നൽകുന്ന ഒരു ശുശ്രൂഷയായി മാറട്ടെ. ലോകത്തിന് വെളിച്ചം നൽകുന്ന ശുശ്രൂഷയായി മാറട്ടെ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിത്യത സ്വപ്നം കണ്ട് നിത്യതയെക്കുറിച്ച് ബോധ്യമുള്ള ഒരു കൂട്ടായ്മയായി മാറുവാൻ തക്കവിധം പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം, ആ കൃപാഭിഷേകം ഈ കൂട്ടായ്മയ്ക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഓക്കെ എല്ലാരും ഒന്ന് മ്യൂട്ട് മാറ്റുക. ഇനി ഒരു 5-6 മിനിറ്റ് ഉണ്ടല്ലോ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. എനിക്കൊന്ന് തീരെ വൈകാൻ ഒന്നാമത്